ഇനി നമുക്ക് പഠിക്കാനുള്ളത് വോൾട്ടേജ് റെഗുലേറ്റർ എന്നുള്ളതിലെ അടുത്ത ഒരു ആപ്ലിക്കേഷൻ ആണ്. മെയിൻ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ സെനർ ഡയോഡ് വെച്ചിട്ടുള്ള ഒരു വോൾട്ടേജ് റെഗുലേറ്റർ എന്നുള്ളത്. ഇവിടെ യൂസ് ചെയ്യുന്നത് സെനർ ഡയോഡിനെ റിവേഴ്സ് ബയാസിൽ കണക്ട് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്ത് അത് ബ്രേക്ക് ഡൗണിൽ എത്തി അതിനനുസരിച്ച് വോൾട്ടേജ് റെഗുലേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു മെക്കാനിസമാണ് ഈ സർക്യൂട്ട് വഴി അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇതില് ഒരു RS എന്ന് പറഞ്ഞിട്ടൊരു റെസിസ്റ്റർ ഉണ്ട്. അതൊരു സീരീസ് റെസിസ്റ്റർ ആണ് കറണ്ട് ലിമിറ്റ് ചെയ്യാൻ വേണ്ടത്. പിന്നെ ഇവിടെ കറണ്ടുകൾ, ഒന്ന് IZ എന്ന് പറഞ്ഞിട്ടൊരു കറണ്ട് സെനർ ഡയോഡിന്റെ ഉള്ളിലൂടെ ഒഴുകുന്ന കറണ്ട്, IL എന്നുള്ള കറണ്ട് ലോഡ് റെസിസ്റ്റർ ഔട്ട്പുട്ടിൽ കണക്ട് ചെയ്തിട്ടുള്ള ലോഡ് റെസിസ്റ്ററിന്റെ ഉള്ളിൽ കൂടെ ഒഴുകുന്ന കറണ്ട്. ഈ ഔട്ട്പുട്ടിലെ ലോഡ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും ഡിവൈസസ് ആവാം. അതിന്റെ ഉള്ളിലൂടെ ഒഴുകുന്ന കറണ്ട്, അതാണ് IL എന്ന് പറയുന്നത്. അപ്പൊ ടോട്ടൽ കറണ്ട് എന്ന് പറയുന്നത് ഈ സെനർ ഡയോഡിൽ ഒഴുകുന്ന കറണ്ട് IZ പ്ലസ് ലോഡിൽ കൂടെ ഒഴുകുന്ന കറണ്ട് IL എന്നുള്ളത് ആണ്. ഔട്ട്പുട്ട് വോൾട്ടേജിനെ VO എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. ഇൻപുട്ട് വോൾട്ടേജിനെ VI എന്ന് പറഞ്ഞിട്ടും റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മള് ആദ്യം നോക്കുന്ന ഒരു മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻപുട്ടിലെ വോൾട്ടേജ് കൂട്ടി കൊടുക്കുന്നു. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ ഔട്ട്പുട്ട് വോൾട്ടേജ് എങ്ങനെ കോൺസ്റ്റന്റ് ആയിരിക്കുന്നു എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ ഇൻപുട്ട് വോൾട്ടേജ് കൂട്ടുമ്പോൾ സെനർ കണക്ട് ചെയ്തിട്ടുള്ളത്, ഒരു സെനർ ഡയോഡ് കണക്ട് ചെയ്തിട്ടുള്ളത് ഒരു റിവേഴ്സ് ബയാസ് കണ്ടീഷനിലാണ്. അപ്പൊ എപ്പോഴാണ് അതിന്റെ റിവേഴ്സ് ബയാസിൽ വർക്ക് ചെയ്യുമ്പോൾ സെനർ ഡയോഡ് റിവേഴ്സ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജിൽ എത്തിയാൽ മാത്രമേ അതിന്റെ വർക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുകയുള്ളൂ. അപ്പൊ അങ്ങനെ സെനർ ഡയോഡിന്റെ റിവേഴ്സ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജിൽ എത്തുന്നത് എപ്പോഴാണ്, ആ നേരത്ത് മാത്രമേ സെനർ ഡയോഡ് അതിന്റെ ഉള്ളിൽ കൂടെ കറണ്ടിനെ കടത്തിവിടാൻ തുടങ്ങുന്നു. അപ്പോ നമ്മൾ വോൾട്ടേജ് ഉയർത്തി കൊടുക്കുന്നതിനനുസരിച്ച് നമുക്ക് വരുന്ന കറണ്ടിന്റെ പോർഷൻ രണ്ടായി ഡിവൈഡ് ചെയ്ത് പോകുന്നുണ്ട്. IZഉം ILും ആയിട്ട് ഡിവൈഡ് ചെയ്ത് പോകുന്നുണ്ട്. എപ്പോഴാണ് സെനർ ബ്രേക്ക് ഡൗൺ വോൾട്ടേജിന് മുകളിൽ വോൾട്ടേജ് ഉയരുന്നത്, ഉടനടി സെനർ ഡയോഡ് വർക്ക് ചെയ്ത് IZ കറണ്ട് കൂടുതലായി ഒഴുകുകയും IL എന്നുള്ള ലോഡ് കറണ്ട് അതിനനുസരിച്ച് കുറവായി നിൽക്കുകയും ചെയ്യും. ഈ കുറവായി നിൽക്കുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള ഒരു മാത്തമാറ്റിക്സ് പറയുകയാണെങ്കിൽ ഒരു IZ പ്ലസ് IL എന്ന് പറയുന്നത് ഒരു 100 മില്ലി ആംപിയർ ആണെന്ന് നമ്മൾ മനസ്സിൽ ധരിക്കുക. നോർമലായിട്ട് ഒഴുകുന്ന ലോഡ് കറണ്ട് എന്ന് പറയുന്നത് ഒരു 20 മില്ലി ആംപിയറും 20 മില്ലി ആംപിയർ എന്ന് കണക്കാക്കുക. IZ എന്ന് പറയുന്നത് അപ്പോൾ ഒരു 80 മില്ലി ആംപിയർ എങ്കിലും ഒഴുകണം. അപ്പൊ 20 മില്ലി ആംപിയർ കറണ്ട് ഒഴുകുമ്പോഴും നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജ് കോൺസ്റ്റന്റ് ആയി നിൽക്കും എന്നൊരു കൺസെപ്റ്റ് ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ അതിലും കൂടുതൽ കറണ്ട് ഇൻപുട്ടിൽ നിന്ന് വരികയാണെങ്കിൽ നാച്ചുറലി ലോഡ് കറണ്ട് 30 മില്ലി ആംപിയറിലേക്ക് 40 മില്ലി ആംപിയറിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയുള്ള കറണ്ട് കൂടുന്നതിന് സെനർ ബ്രേക്ക് ഡൗൺ വോൾട്ടേജിൽ എത്തുമ്പോൾ സെനർ ഡയോഡ് ഓൺ ആവുകയും ആ കൂടുതൽ വരുന്ന കറണ്ട്, ഇൻപുട്ടിൽ നിന്ന് കൂടുതൽ വരുന്ന കറണ്ടിനെ സെനർ ഡയോഡിന്റെ ഉള്ളിലൂടെ ഒഴുക്കി ഔട്ട്പുട്ടിൽ ആ 20 മില്ലി ആംപിയർ കറണ്ട് മാത്രമായി സംരക്ഷിക്കുക വഴി ഔട്ട്പുട്ട് വോൾട്ടേജ് കോൺസ്റ്റന്റ് ആക്കി നിലനിർത്തുകയാണ് ചെയ്യുന്നത്. അതൊരു സിമ്പിൾ മാത്തമാറ്റിക്സ് എക്സ്പ്ലനേഷൻ ചെയ്തു എന്നേ ഉള്ളൂ. അപ്പൊ നമ്മൾ എന്തായാലും ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇൻപുട്ടിലെ വോൾട്ടേജ് കൂട്ടുമ്പോൾ അത് ബ്രേക്ക് ഡൗൺ വോൾട്ടേജിന്, സെനർ ബ്രേക്ക് ഡൗൺ വോൾട്ടേജിന് മുകളിൽ പോവുകയാണെങ്കിൽ സെനർ ഡയോഡ് ഓൺ ആവുകയും എക്സ്ട്രാ വരുന്ന കറണ്ട് അതിൽ കൂടെ പാസ് ചെയ്ത് ഔട്ട്പുട്ടിൽ പോകേണ്ട കൃത്യം അളവിലുള്ള കറണ്ട് മാത്രം, ലോഡ് കറണ്ട് മാത്രം അതിലൂടെ കടന്ന് ഔട്ട്പുട്ട് വോൾട്ടേജ് നമുക്ക് കോൺസ്റ്റന്റ് ആയി തരികയും ചെയ്യുന്നു. ഇനി അടുത്തൊരു പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇൻപുട്ടിലെ വോൾട്ടേജിനെ നമ്മൾ കോൺസ്റ്റന്റ് ആക്കി നിലനിർത്തുന്നു. പക്ഷെ ലോഡ് കറണ്ടിനെ, ലോഡിലെ റെസിസ്റ്റൻസിൽ നമ്മൾ വേരിയേഷൻ ഉണ്ടാക്കും. ലോഡിലെ റെസിസ്റ്റൻസ് വേരി ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ലോഡ് കറണ്ട് ILല് മാറ്റം വരും. അപ്പൊ ILല് മാറ്റം വരുമ്പോൾ അത് നോർമലി എപ്പോഴും നമ്മുടെ മാത്തമാറ്റിക്കൽ ഇക്വേഷൻ ഉണ്ട്, IZ പ്ലസ് IL ഇസ് ഈക്വൽ ടു IZ പ്ലസ് IL തന്നെയായിരിക്കും. അതായത് IZ പ്ലസ് IL എന്ന് പറയുന്നത് ടോട്ടൽ കറണ്ട് ആണ് ഞാൻ എടുത്തത്. അപ്പൊ ടോട്ടൽ കറണ്ട് ഈക്വൽ ടു, അത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് പോകുന്നു, സെനർ ഡയോഡ് കറണ്ട് IZഉം ലോഡ് കറണ്ട് ILഉം. അപ്പൊ IL എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടെങ്കിൽ അത് നാച്ചുറലി ഇതിന്റെ സന്തുലിതാവസ്ഥ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് IL വേരിയേഷൻ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ടോട്ടൽ വോൾട്ടേജിനെ ടോട്ടൽ കറണ്ടിനെ സ്ഥിരമാക്കി നിർത്താൻ IZ എപ്പോഴും കൂടുതൽ ഒഴുകേണ്ടതായിട്ടുണ്ട്.
അപ്പൊ ലോഡിൽ എന്തെങ്കിലും വേരിയേഷൻ സംഭവിക്കുമ്പോൾ, ലോഡ് റെസിസ്റ്റൻസിൽ എന്തെങ്കിലും വേരിയേഷൻ സംഭവിക്കുമ്പോൾ IL കൂടുതൽ ഒഴുകാനായിട്ടുള്ള ചാൻസ് വരുന്ന നേരത്ത് IZ ആ കൂടുതൽ കറണ്ടിനെ ഒഴുക്കിക്കൊണ്ട് ലോഡില് ഉണ്ടായ വേരിയേഷനെ നള്ളിഫൈ ചെയ്യുന്നു. അങ്ങനെ എന്ത് സാധിക്കുന്നു? നമ്മുടെ ഔട്ട്പുട്ടിലെ വോൾട്ടേജ് കോൺസ്റ്റന്റ് ആക്കി നിലനിർത്താനായിട്ട് നമുക്ക് സാധിക്കുന്നു. ഇതാണ് സെനർ ഡയോഡ് വെച്ചിട്ടുള്ള ഈ സർക്യൂട്ട് ഉപയോഗിക്കുന്നത്. ഇതൊരു പർട്ടിക്കുലർ നമ്മൾ അതിനൊരു കറണ്ടും വോൾട്ടേജ് ഒക്കെ ഉണ്ട് സ്പെസിഫിക്കേഷൻ. അത് ആ ഒരു പർട്ടിക്കുലർ റേഞ്ചിൽ മാത്രമേ ഇത് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പൊ ഇവിടെ ലൈൻ റെഗുലേഷനും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ലൈൻ റെഗുലേഷൻ മീൻസ് വോൾട്ടേജ് കൂടുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നുള്ള കാര്യം. ലോഡ് റെഗുലേഷൻ എന്ന് പറഞ്ഞാൽ ലോഡിൽ ഉണ്ടാവുന്ന വേരിയേഷൻ അനുസരിച്ച് എങ്ങനെ ഔട്ട്പുട്ട് വോൾട്ടേജ് കോൺസ്റ്റന്റ് ആയി നിൽക്കുന്നു. അങ്ങനെ രണ്ട് കേസിലൂടെയും സെനർ ഡയോഡ് വെച്ചിട്ടുള്ള റെഗുലേഷൻ സർക്യൂട്ടാണ് ഇത് നമ്മുടെ മുമ്പിൽ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്.